Hi, Namaste. Welcome back. Welcome back to my channel, Mint Trader. ക്രൂഡ് ഓയിലിൽ ഇന്നത്തെ പെർഫോമൻസ് ആണ് 27th മെയിലെ പെർഫോമൻസ് ആണ്. ഇന്ന് മാർക്കറ്റ് നല്ലൊരു ഡൗൺ ആണ്. അപ്പോൾ ഇതുവരെ മാർക്കറ്റ് ഇപ്പോഴും ടോട്ടൽ 186 പോയിന്റ്സോളം നമുക്ക് ഡൗൺ ഇറങ്ങി നിൽക്കുകയാണ്. ഇപ്പോഴും മാർക്കറ്റ് ഡൗൺ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡ് ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. ഫുൾ മാർക്കറ്റ് വൺ സൈഡ് മൊമെന്റ് തന്നെയായിരുന്നു. നമ്മുടെ 50 മിനിറ്റ്സിലെ ചാർട്ടിൽ അത് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. ഇടയ്ക്ക് മാർക്കറ്റ് ഒന്ന് ഡൗൺ ഇറങ്ങിയെങ്കിലും പക്ഷേ ടോട്ടൽ നമുക്ക് അപ് ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സോഫ്റ്റോട് പറഞ്ഞിട്ടുണ്ട്. 50 മിനിറ്റ്സിൽ അത് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തന്നിട്ടുമുണ്ട്. ഇന്നത്തെ നമുക്ക് പുട്ടിൻ്റെ എൻട്രി നോക്കുകയാണെങ്കിൽ 1140 ശേഷം നല്ലൊരു ഡൗൺഫോൾ ഉണ്ടായിരുന്നു. അതിൽ പുട്ട് നമുക്ക് 8700 PE സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു എൻട്രി പോയിന്റ് 486 പോയത് നമുക്ക് അപ്രോക്സിമേറ്റ് 589 വരെ പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 100 പോയിന്റ്സോളം മാർക്കറ്റ് മേളിൽ പോയിട്ട് നല്ല എൻട്രി ആയിരുന്നു. നമ്മുടെ സോഫ്റ്റ് അവിടെ കറക്റ്റായിട്ട് നമുക്ക് പെർഫോമൻസ് കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നമ്മുടെ സോഫ്റ്റിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ 8.1. അതിൽ 5 മിനിറ്റ്സ് സ്കാൽപ്പ് 5 മിനിറ്റ്സിന് ട്രേഡ് ചെയ്യാൻ 15 കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്. പക്ഷേ 5 സ്കാൽപ്പിംഗ് ആണ്. നമുക്ക് 5നേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് 15 ചെയ്യാം. ഫേക്ക് ട്രേഡ് അവോയ്ഡ് ചെയ്യാം. കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ കിട്ടുകയും ചെയ്യും. ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം നമുക്ക് ഒരേ ഒരു സിഗ്നൽ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് മോർണിംഗിൽ 9:50 നമുക്ക് സെൽ ഇൻഡിക്കേഷൻ തന്നതാണ്. അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. 3 ടാർഗറ്റ് നമുക്ക് താഴെ കാണാൻ പറ്റും. അതിൽ കൺഫേം ആയി നമുക്ക് സിഗ്നൽ വരുമ്പം ക്യാൻഡിൽ കളർ താഴ്ത്ത ആ ബാർക്കളും കൂടെ നമുക്ക് ഒന്നിച്ച് വരണം. അപ്പം ഇവിടെ നമുക്ക് മാർക്കറ്റ് പെട്ടെന്ന് അടിച്ചിറങ്ങിയ ശേഷം സപ്പോർട്ട് കട്ട് ചെയ്ത് ഇവിടുന്നാണ്. ആ സപ്പോർട്ട് ലെവലിൽ നമുക്ക് എടുക്കാം. കാരണം മോർണിംഗിൽ അടിച്ചിറങ്ങിയ ശേഷം കുറേ നേരം ആ റേഞ്ച് കിടന്ന് പിന്നെ സപ്പോർട്ട് അവിടെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് ഇറങ്ങുമായിരുന്നു. നമുക്ക് അവിടെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡൗൺ ഇൻഡിക്കേഷൻ പോയിട്ടുണ്ട്. അവിടുന്ന് 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ഇപ്പോൾ മാർക്കറ്റ് റീ എൻട്രി തന്നിട്ടുണ്ട്. അപ്പം നമ്മളതിൽ 5 മിനിറ്റ്സിൻ്റെ ചാർട്ടും കൂടെ ഞാൻ കാണിച്ചു തരാം. 5 മിനിറ്റ്സിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ പഴയ സെല്ലിൻ്റെ കണ്ടിന്യൂവേഷൻ പോയതാണ്. അവിടുന്ന് മാർക്കറ്റ് ഡൗൺ അടിച്ചിറങ്ങി സപ്പോർട്ടിനെ കട്ട് ചെയ്ത് ഇറങ്ങുമായിരുന്നു. അവിടുന്ന് പുട്ട് സൈഡിൻ്റെ എൻട്രി നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ 8700 PE സൈഡ് നമുക്ക് ആക്ച്വലി ബൈ ഇൻഡിക്കേഷൻ മോർണിംഗിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 5 മിനിറ്റ്സിൽ നമുക്ക് എൻട്രി നോക്കുകയാണെങ്കിൽ 5 മോർണിംഗിൽ ബൈ ശേഷം ചെറുതായിട്ടും ഡൗൺ ഇറങ്ങിയപ്പോൾ സെല്ല് തന്നതിന് ശേഷം പിന്നെ എഗെയിൻ ബൈ തന്നു. പക്ഷേ സെല്ല് കൺഫേം അല്ല. താഴത്തെ ബാർക്കുകൾ ഗ്രീനാണ്. നമുക്ക് അവിടെ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രീൻ ലാസ്റ്റ് ബൈ തന്നെങ്കിൽ 1140 അവിടെ നമുക്ക് മാർക്കറ്റ് 493 എൻട്രി തന്നിട്ടുണ്ട്. അത് നല്ല ഈ 3 ടാർഗറ്റ് കൊടുത്ത് നമുക്ക് 2 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് നമുക്ക് 65-70 പോയിന്റ്സുള്ള മാർക്കറ്റ് കയറി നിൽക്കാം. ലാസ്റ്റ് വന്ന എൻട്രി നല്ല എൻട്രി ആയിരുന്നു. നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ മിനിറ്റ് വൈസിൽ നമുക്കൊരു ഡൗൺ ഇൻഡിക്കേഷൻ സ്റ്റാർട്ടായി. നമുക്ക് ട്രെൻഡ് റിവേഴ്സ് ആവുന്നതിന് മുമ്പ് നമുക്ക് ട്രെൻഡ് റിവേഴ്സിൽ കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ട്രെൻഡ് ലൈൻ്റെ മൊമെന്റും നമുക്ക് ആ മാർക്കറ്റ് അപ്പ് ഡൗൺസിലോട്ട് തിരിച്ചറിയാം. താഴത്തെ ബാർ കളർ എക്സ്ട്രാ കളർ ഇതൊക്കെ സൈഡ് വേസ് ഇൻഡിക്കേഷൻ മാർക്കറ്റ് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ലെവൽ നമുക്ക് അവിടെ കാണിച്ചു തരികയാണ്. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് ലേറ്റസ്റ്റ് വേർഷൻ 8.1. അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് ലൈവ് പെർഫോമൻസോടെ ചെക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷനൊക്കെ ടോട്ടൽ 8 ടൈപ്പ് സ്ട്രാറ്റജി ഉണ്ട്. ഇത് തന്നെ ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് വെക്കാനുള്ള പ്രൊവിഷനുണ്ട്. ക്യാൻഡിൽ സ്റ്റിക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പാടിച്ചായിട്ട് നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ലേറ്റസ്റ്റ് വെർഷൻ്റെ ക്യാൻഡിൽ വെർഷനാണിത്. അതിനേക്കാളും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും ബാർ ചാർട്ട്. ബാർ ചാർട്ടിൽ കുറച്ചുകൂടെ ഫേക്ക് ട്രേഡിൽ അവോയ്ഡ് ചെയ്തിട്ടാണ് തരുന്നത്. പിന്നെ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്.